യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്നെന്തോ ഓർമ്മ വന്നതുപോലെ മേരി ഫാത്തിമ മുഹമ്മദി ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു. ടെഹ്റാനിൽ നിന്ന് അഹ്വാസിലേക്കായിരുന്നു അവളുടെ യാത്ര. കൂടുതൽ വിശേഷങ്ങൾ ഫോണിലൂടെ പറയുന്നതിന് മുൻപ് പെട്ടെന്ന് അവളുടെ വാഹനം നിശ്ചലമായി. അവൾ നോക്കുമ്പോൾ വാഹനം തടഞ്ഞുകൊണ്ട് മുൻപിൽ പോലീസുകാർ. എന്താണ് സർ കാര്യമെന്ന് മേരി മുഹമ്മദി ഉറച്ച ശബ്ദത്തിൽ ചോദിക്കുന്നത് ഫോണിലൂടെ വീട്ടുകാർക്ക് കേൾക്കാമായിരുന്നു. ഒരു കാര്യം ചോദിക്കാനുണ്ട്, നിങ്ങൾ പുറത്തേക്ക് വരും, പോലീസ് ഉദ്യോഗസ്ഥൻ മേരിയോട് പറയുന്നതും വീട്ടുകാർ കേട്ടു. ആ സമയം പല സംഭവങ്ങളും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി, താൻ തന്നെ ഉൾപ്പെട്ട സംഭവങ്ങൾ. എന്നിട്ടും ആശങ്കയോടെ ആണെങ്കിലും അനുസരിക്കുക മാത്രമേ മേരിക്ക് മുൻപിൽ മാർഗമുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഫോൺ കട്ടായിരുന്നു. പോലീസുകാർ മേരിയെ തങ്ങളുടെ വാഹനത്തിലേക്ക് ക്ഷണിച്ചു. മടിച്ച് മേരി വാഹനത്തിലേക്ക് കയറി. ഡോർ അടഞ്ഞു. ആ വാഹനം അതിവേഗത്തിൽ മുന്നോട്ട് പാഞ്ഞു. ഇറാന്റെ തെരുവുകളിൽ എവിടെയോ ആ വാഹനം മറഞ്ഞു. പിന്നെ ആരും മേരിയെ കണ്ടിട്ടില്ല. എവിടേക്കാണ് പോലീസുകാർ മേരി മുഹമ്മദിയെ കൊണ്ടുപോയത്? വഴി തടഞ്ഞു നിർത്തി മേരിയെ കൊണ്ടുപോകാൻ മാത്രം എന്ത് തെറ്റാണ് മേരി ചെയ്തത്? നഷ്ടപ്പെടുത്തിയവർ. ഇത് ഇറാൻ. ഇന്ന് ഇറാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കും ക്രൈസ്തവർ മതന്യൂനപക്ഷവുമാണെങ്കിലും ഭൂതകാല ചരിത്രങ്ങളിൽ ഇറാനിൽ ശക്തമായ ക്രൈസ്തവ സാന്നിധ്യം നിലനിൽക്കുകയും ക്രൈസ്തവർ സമൂഹത്തിന്റെ മേൽവിഭാഗക്കാരായി അവരോധിക്കപ്പെടുകയും ചെയ്തിരുന്നു. പരിശുദ്ധ ബൈബിളിൽ പരാമർശിക്കപ്പെടുന്ന പേർഷ്യ ഇന്നത്തെ ഇറാനാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തു മതവും ഇറാനും തമ്മിൽ 2000-ലധികം വർഷത്തെ പഴക്കമുണ്ട്. അപ്പസ്തോലന്മാരുടെ കാലഘട്ടം മുതൽ തന്നെ പേർഷ്യൻ ഭൂപ്രദേശങ്ങളിൽ ക്രൈസ്തവരും ഉണ്ടായിരുന്നു. പേർഷ്യൻ പ്രദേശങ്ങളിൽ സുവിശേഷം എത്തിച്ച അപ്പസ്തോലന്മാരുടെ പട്ടികയിൽ വിശുദ്ധ തോമസ് ലീഹായും വിശുദ്ധ ബർത്തലോമിയും വിശുദ്ധ യൂദായും കടന്നു വരുന്നുണ്ട്. അവരുടെ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങൾ ഇന്നും ഇറാനിൽ നിലനിൽക്കുന്നുമുണ്ട്. നൂറ്റാണ്ടുകളായി അസീറിയൻ, അർമേനിയൻ ക്രൈസ്തവരും ഇറാനിൽ ജീവിച്ചിരുന്നു. 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം എത്തിച്ചേർന്നതോടെയാണ് പേർഷ്യ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായത്. എങ്കിലും ക്രൈസ്തവ സമൂഹങ്ങൾ പൂർണ്ണമായും ഇവിടെ നിന്ന് ഇല്ലാതായില്ല. അർമേനിയൻ, അസീറിയൻ ക്രൈസ്തവർ നൂറ്റാണ്ടുകളായി അവരുടെ വിശ്വാസവും സംസ്കാരവും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാനിൽ പ്രധാനമായും ഇന്ന് 2 തരം ക്രൈസ്തവരെയാണ് കാണാൻ കഴിയുന്നത്. അർമേനിയൻ ക്രൈസ്തവരും അസീറിയൻ ക്രൈസ്തവരും ഉൾപ്പെടുന്ന പരമ്പരാഗത ക്രൈസ്തവരാണ് ഇക്കൂട്ടത്തിലുള്ളത്. രണ്ടാമത്തെ വിഭാഗം മതപരിവർത്തിത ക്രൈസ്തവരാണ്, മുസ്ലിം സമുദായത്തിൽ നിന്ന് ക്രിസ്തു മതം സ്വീകരിച്ചവർ. ആദ്യ വിഭാഗത്തിന് നിയമപരമായി ചില ആനുകൂല്യങ്ങളും അവകാശങ്ങളും ലഭിക്കുന്നുണ്ടെങ്കിലും രണ്ടാമത്തെ വിഭാഗം കടുത്ത അടിച്ചമർത്തലിലൂടെയും പീഡനങ്ങളിലൂടെയും തിരസ്കരണങ്ങളിലൂടെയുമാണ് കടന്നു പോകുന്നത്. മനുഷ്യാവകാശങ്ങൾ പോലും അവർക്ക് നിഷേധിക്കപ്പെടുന്നു. തികച്ചും പ്രതികൂലമായ ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും അവർ തങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നു. തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയുന്നത് പോലെ വിശ്വാസ പ്രതിസന്ധികളുടെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവർ തളരുന്നില്ല. പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നാലും അവർ പിന്തിരിയുന്നില്ല. നമ്മൾ മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത് എന്ന് അവർക്ക് അറിയാമായിരുന്നു. ക്രിസ്ത്യാനികളെ മുഴുവനായും, പ്രത്യേകിച്ച് മുസ്ലിം മതത്തിൽ നിന്ന് പരിവർത്തനം ചെയ്ത ക്രൈസ്തവരെ പ്രത്യേകമായും ഇറാനിൽ പിന്തുണയ്ക്കുന്നവരിൽ മുൻപന്തിയിലാണ് മേരി മുഹമ്മദി. മേൽപ്പറഞ്ഞ വിഭാഗത്തിൽ 2-ാം ഗണത്തിൽപ്പെടുന്ന വ്യക്തി. ഇറാനിലെ ഒരു മുസ്ലിം കുടുംബത്തിലായിരുന്നു ഫാത്തിമ മുഹമ്മദിയുടെ ജനനം. എന്നിട്ടും അവൾ ഒരു നാൾ ക്രിസ്ത്യാനിയായി. ഹൃദയത്തിൽ അവൾ ക്രിസ്തുവിന് ഇടം കൊടുക്കുകയും അവിടുത്തെ തന്റെ നാഥനായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. 18-19 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴായിരുന്നു ഫാത്തിമ മുഹമ്മദിയുടെ മതം മാറ്റം. പിന്നീട് അവൾ മേരി മുഹമ്മദി എന്നാണ് അറിയപ്പെട്ടത്. ഇറാനിൽ ക്രൈസ്തവർ, അതിൽ തന്നെ മതപരിവർത്തിത ക്രൈസ്തവർ നേരിടുന്ന എല്ലാ തര തിക്താനുഭവങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു
മേരി ഫാത്തിമ ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചത്. എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെ ജീവിക്കുമ്പോൾ ഞായറാഴ്ചകളിൽ പോലും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ മടി കാണിക്കുന്നവരാണ് നമുക്കിടയിലെ ചില യുവജനങ്ങളെങ്കിലും പള്ളിപ്പെരുന്നാളിന് ആഘോഷിക്കാൻ പോകുന്നതല്ലാതെ അവർക്ക് ദേവാലയമായിട്ടോ ദേവാലയ കാര്യങ്ങളുമായിട്ടോ കാര്യമായ ബന്ധങ്ങളൊന്നുമില്ല. ഇങ്ങനെ ദേവാലയ കാര്യങ്ങളിൽ വിമുഖരാവുന്ന യുവാക്കളും യുവതികളും ഉള്ളപ്പോഴാണ് തീരെ ചെറിയ പ്രായത്തിൽ വിശ്വാസത്തിന് വേണ്ടി ജയിൽവാസവും പീഡനങ്ങളും മുതൽ അജ്ഞാതവാസം വരെ വിധിക്കപ്പെട്ടിട്ടും പിന്തിരിയാതെ ക്രിസ്തു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന മേരി ഫാത്തിമ മുഹമ്മദിയുടെ ജീവിതം വെല്ലുവിളി ആകുന്നത്. മുതിർന്ന ഒരു വ്യക്തി പോലുമല്ല മേരി എന്ന് മനസ്സിലാക്കണം. അതും കേവലം ഒരു കൗമാരക്കാരി. നമ്മളിൽ എത്ര പേർ അതിന് സന്നദ്ധരാകും? നമ്മളിൽ എത്ര പേർ ആഴത്തിലുള്ള ക്രിസ്തു വിശ്വാസം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്? തൊലിപുറമെ മാത്രമുള്ള വിശ്വാസമാണ് നമ്മളിൽ ഭൂരിപക്ഷത്തിനും ഉള്ളത്. ആഴത്തിലേക്ക് മുറിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയാൽ നാം പതുക്കെ പിറകോട്ട് പിൻവലിയും. പക്ഷെ മേരി അങ്ങനെയായിരുന്നില്ല. ക്രിസ്ത്യാനികൾക്കും മറ്റു മതന്യൂനപക്ഷങ്ങൾക്കും നേരിടേണ്ടി വരുന്ന അക്രമങ്ങളെയും പീഡനങ്ങളെയും മേരി തുടർച്ചയായി അപലപിക്കുകയും അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. അസാധാരണമായ ഈ ധൈര്യത്തെയും അസാധാരണമായ നിസ്വാർത്ഥതയും ആദരിച്ചുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർക്ക് നൽകി വരുന്ന സെന്റ് സ്റ്റീഫൻസ് അവാർഡ് 2023 മേരിയെ തേടിയെത്തി എന്നത് അനുബന്ധം. രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ കാരണങ്ങൾ കൊണ്ടായിരുന്നില്ല ഫാത്തിമ മേരി മുഹമ്മദി ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് താൻ ക്രിസ്തു മതം സ്വീകരിച്ചത് എന്നതിനെക്കുറിച്ച് ഇതിനകം പല അഭിമുഖങ്ങളിലും അവൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യക്തിപരമായ ആത്മീയ വിശ്വാസത്തിന്റെയും സത്യാന്വേഷണത്തിന്റെയും ഭാഗമായിട്ടായിരുന്നു അത്. ക്രിസ്തീയ വിശ്വാസം എനിക്ക് പ്രത്യാശ നൽകി, ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധവും നൽകി, മേരി വ്യക്തമാക്കുന്നു. താൻ സത്യമെന്ന് വിശ്വസിച്ച വിശ്വാസത്തെ പിന്തുടരുക മാത്രമാണ് മേരി ചെയ്തത്. അത്തരമൊരു യാത്രയിൽ തനിക്ക് നേരിടാനുള്ള പ്രതിബന്ധങ്ങളെയോ വെല്ലുവിളികളെയോ അവൾ ഗൗനിച്ചില്ല. അവയ്ക്ക് മുൻപിൽ അവൾ പതറിയതുമില്ല. പാറയിൽ കൊത്തിവെച്ചതുപോലെയുള്ള വിശ്വാസത്തിന്റെ നേർസാക്ഷ്യമായിരുന്നു മേരിയുടെ ജീവിതം. അല്ലെങ്കിലും ആരും വിളക്ക് കൊളുത്തി പറയുടെ കീഴിൽ വെക്കാറില്ലല്ലോ. മേരി ചെയ്തതും അത് തന്നെയായിരുന്നു. താൻ അറിയുകയും വിശ്വസിക്കുകയും ചെയ്ത ക്രിസ്തു വിശ്വാസം അവൾ മറ്റുള്ളവരുമായി പങ്കുവച്ചു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി മേരിയുടെ ശബ്ദമുയർന്നത്. ഇറാനിലെ മതപരിവർത്തിതരായ ക്രൈസ്തവരും മറ്റു മതന്യൂനപക്ഷങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവൾ തുറന്ന് സംസാരിച്ചു. പൊതുവേദികളിൽ അവളുടെ സ്വരം ഉയർന്നു കേട്ടു. ആ ശബ്ദം അധികാരികളെ ചൊടിപ്പിച്ചു. അത് അറിയാമായിരുന്നിട്ടും മേരി മുഹമ്മദി തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് അവൾ പൊതുവായി സംസാരിക്കുകയും തന്റെ ആത്മീയ അനുഭവങ്ങൾ നിർഭയമായി പങ്കുവയ്ക്കുകയും ചെയ്തു. സത്യമെന്ന് വിശ്വസിച്ച വഴിയെ പിന്തുടർന്നതുകൊണ്ടാണ് മേരിയുടെ ജീവിതത്തിൽ പല നഷ്ടങ്ങളും കാത്തുനിന്നത്. 2017 മേരി ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ടെഹ്റാനിലെ ഒരു ഹൗസ് ചർച്ച് യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടയിലായിരുന്നു അറസ്റ്റ്. ക്രൈസ്തവ പ്രവർത്തനങ്ങൾ, സുവിശേഷ പ്രചാരണ ഗ്രൂപ്പിലെ അംഗത്വം, ദേശീയ സുരക്ഷയ്ക്കെതിരായ പ്രവർത്തനം തുടങ്ങിയവയായിരുന്നു അവൾക്കെതിരെയുള്ള ആരോപണങ്ങൾ. ഈ കുറ്റങ്ങളുടെ പേരിൽ 19ാമത്തെ വയസ്സിൽ അവൾ 6 മാസത്തെ തടവ് ശിക്ഷ അനുഭവിച്ചു. ടെഹ്റാനിലെ എവിൻ പ്രിസണിലേക്കായിരുന്നു അവളെ കൊണ്ടുപോയത്. അവിടെ 6 മാസം മേരിയുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഘട്ടമായിരുന്നു. തുടർന്നുള്ള ജീവിതം ആ പരീക്ഷണങ്ങളുടെ തുടർച്ചയായിരുന്നു. ക്രിസ്തീയ വിശ്വാസത്തിന്റെ പേരിൽ പൊതുസമൂഹത്തിൽ അവൾ വിവേചനം നേരിട്ടു. വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ അവൾ ഒറ്റപ്പെട്ടു. പരീക്ഷകൾ എഴുതാനോ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കാതെയായി. അറസ്റ്റോടും ജയിൽവാസത്തോടും കൂടി മേരിയുടെ ക്രൈസ്തവ വിശ്വാസം ഇറാനിൽ പരസ്യമായി തുടങ്ങിയിരുന്നു. ഇത്തരമൊരു സന്ദർഭത്തിലാണ് 2019 മറ്റൊരു അനിഷ്ട സംഭവത്തിന് മേരി ഇരയായത്. 2019 ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വസ്ത്രധാരണത്തിന്റെ പേരിൽ ഒരു സ്ത്രീ മേരിയെ ആക്രമിക്കുകയും മുഖത്ത് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസ് മേരിയെയാണ് അറസ്റ്റ് ചെയ്തത്. വാദി പ്രതിയായി എന്ന് പറയുന്നത് പോലെയായി കാര്യങ്ങൾ. ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ടു. 2020 മേരി വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് യുക്രൈൻ വിമാനം വെടിവെച്ചിട്ടതിൽ പ്രതിഷേധിച്ച് ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തതിനായിരുന്നു അവൾ അറസ്റ്റ് വരിച്ചത്.
കുപ്രസിദ്ധവും വൃത്തികെട്ടതും ക്രൂരവുമായ ജയിലുകളിലായിരുന്നു അവൾ ഓരോ തവണയും അടയ്ക്കപ്പെട്ടിരുന്നത്. പീഡനങ്ങളും മാരകമായ രോഗഭീഷണിയും ജയിലുകളിൽ അവൾ നേരിട്ടു. ഇറാനിൽ പീഡിപ്പിക്കപ്പെടുന്ന പരിവർത്തിത ക്രൈസ്തവരുടെ എല്ലാം പ്രതിനിധിയായിട്ടായിരുന്നു ഓരോ തവണയും മേരി ജയിലിൽ എത്തിയത്. ജീവിതത്തിൽ വരാനിരിക്കുന്ന മർദ്ദനങ്ങളുടെയും ആക്രമണങ്ങളുടെയും ആരംഭവും തുടർച്ചയുമായി ഓരോ ജയിൽവാസവും മാറി. ജയിലുകളിൽ കഠിനമായ തോതിൽ ശാരീരിക മർദ്ദനങ്ങൾ അവൾക്ക് ഏൽക്കേണ്ടി വന്നു. ജയിൽവാസത്തിന് ശേഷം വിട്ടയക്കപ്പെട്ടപ്പോഴെല്ലാം അവളുടെ ശരീരത്തിൽ മർദ്ദനങ്ങളുടെ പാടുകളുണ്ടായിരുന്നു. ഒരു തവണ ജയിലിലായിരുന്നപ്പോൾ സുരക്ഷാ സേന അവളെ 2 തവണ അസാധാരണമായ രീതിയിൽ ശരീര പരിശോധനയ്ക്ക് വിധേയമാക്കി. വനിതാ ഏജന്റുമാരുടെ മുന്നിൽ വെച്ച വസ്ത്രങ്ങൾ മുഴുവൻ അഴിച്ചു മാറ്റുവാനും നിരവധി തവണ സിറ്റപ്പുകൾ നടത്താനും അവൾ നിർബന്ധിതയായി. സ്വമേധയാ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ നിർബന്ധപൂർവം അത് അഴിച്ചു മാറ്റുമെന്നായിരുന്നു അവൾ നേരിട്ട ഭീഷണി. ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ മറ്റൊരു തടവുകാരിയെയും ഒരുമിച്ച് കൈകൾ കൂട്ടിക്കെട്ടിക്കൊണ്ടായിരുന്നു. ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ പോലും അവൾ എവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നതെന്ന് വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല. കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷം മാത്രമാണ് വീട്ടുകാർക്ക് അതേക്കുറിച്ച് അറിവ് കിട്ടിയത്. എപ്പോൾ ഏത് സമയത്തും ഏതെങ്കിലും കാരണങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്ന ഭീതിതമായ അവസ്ഥയിലൂടെയാണ് മേരിയുടെ ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇതുകൊണ്ടൊന്നും മേരി നിശബ്ദയായില്ല. ഇറാനിലെ ക്രൈസ്തവ മതപരിവർത്തിതർ നേരിടുന്ന വിവേചനങ്ങളും അറസ്റ്റുകളും മതസ്വാതന്ത്ര്യ പ്രശ്നങ്ങളും പോലെയുള്ള വിഷയങ്ങളെക്കുറിച്ച് മേരി പൂർവാധികം ശക്തിയോടെ പ്രസംഗിച്ചു തുടങ്ങി. സോഷ്യൽ മീഡിയയിലും മനുഷ്യാവകാശ വേദികളിലും അവൾ സജീവമായി. ഇറാനിലെ ഏറ്റവും കുപ്രസിദ്ധമായ കർച്ചക് പ്രിസണിലും മേരിയെ അടച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ ഇടം പിടിച്ചിരിക്കുന്ന ജയിലായിരുന്നു അത്. അവിടെയും അവൾ നേരിട്ടത് മനസ്സ് മരവിപ്പിക്കുന്ന തരം ക്രൂരതകളായിരുന്നു. 2020 അവൾക്ക് 3 മാസത്തെ തടവും 10 ചാട്ടവാറടിയും ശിക്ഷയായി വിധിക്കപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധങ്ങൾക്ക് വഴിതെളിച്ച സംഭവമായിരുന്നു ഇത്. ഇത്രയും വേണ്ട, ഇതിന്റെ തീരെ ചെറിയൊരു അംശം പോലും പീഡനങ്ങളോ ബുദ്ധിമുട്ടുകളോ മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ പേരിൽ ഉണ്ടാവുകയാണെങ്കിൽ പോലും അതെല്ലാം തള്ളിപ്പറയാൻ നമുക്ക് തെല്ലും മനസാക്ഷി കുത്തില്ല. അവിടെയാണ് മേരിയുടെ വിശ്വാസദാർഢ്യത്തിന്റെ കെട്ടുറപ്പ് നമുക്ക് മനസ്സിലാവുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഒരിക്കൽ തന്റെ പ്രസംഗത്തിൽ മേരിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്. ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തതുകൊണ്ടും മറ്റുള്ളവരുമായി സുവിശേഷം പങ്കുവച്ചതുകൊണ്ടുമാണ് മേരി ഫാത്തിമ പീഡനങ്ങളിലൂടെ കടന്നുപോയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ധീരതയോടെ പ്രഖ്യാപിച്ചത്. ഇറാനിലെ പരിവർത്തിത ക്രൈസ്തവരോട് ഭരണകൂടം ചെയ്യുന്ന ക്രൂരതകൾക്ക് ഏറ്റവും പുതിയ തെളിവായിരുന്നു കൊറോണ കാലം. കൊറോണ വൈറസ് ഇറാനിൽ ഓരോ 10 മിനിറ്റിലും ഒരാളെ വീതം എന്ന കണക്കിൽ കൊന്നുകൊണ്ടിരിക്കുന്നുവെന്ന് ഇറാന്റെ ആരോഗ്യ മന്ത്രാലയ വക്താവ് കിയാനുഷ് ജഹാൻപൂർ ട്വീറ്റ് ചെയ്തിരുന്നു. ഇറാനിൽ തടവുകാരേക്കാൾ കൂടുതൽ കോവിഡ് ബാധിതരാകാൻ സാധ്യതയുള്ള മറ്റൊരു കൂട്ടരുണ്ടായിരുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ രാഷ്ട്രീയ തടവുകാർ ഉൾപ്പെടെ 85,000 പേരെ താൽക്കാലികമായി ജയിലിൽ നിന്ന് വിട്ടയച്ചിരുന്നു. അപ്പോഴും ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്നവരെ വിട്ടയച്ചിരുന്നില്ല. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു മേരി ഫാത്തിമ. കാരണം ഇറാൻ ഭരണകൂടം ഏറ്റവും ക്രൂരമായാണ് പരിവർത്തിത ക്രൈസ്തവരെ കാണുന്നത്. ഇസ്ലാമിൽ നിന്ന് ക്രിസ്തു വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നവരെ ഏറ്റവും നികൃഷ്ടമായിട്ടാണ് ഭരണകൂടം കണക്കാക്കുന്നത്. മതപരിവർത്തനം ഇറാനിൽ വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. എങ്കിലും അപൂർവമായി മാത്രമേ അത് നടപ്പിലാക്കാറുള്ളൂ. പക്ഷേ പരിവർത്തിത ക്രൈസ്തവരെ നിർദാക്ഷിണ്യം പീഡിപ്പിക്കുന്നതിൽ ഭരണകൂടം അമാന്തം വരുത്താറില്ല. ഇത്തരം അടിച്ചമർത്തലുകൾക്കും വിവേചനങ്ങൾക്കും ഇടയിലാണ് മേരി ഫാത്തിമയെ പോലെയുള്ളവർ ഇറാനിൽ സത്യവിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്നത്. ഏറ്റവും അധികമായി ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്ന ഇറാനിൽ എല്ലാവിധ പ്രതികൂലങ്ങൾക്ക് നടുവിലും ക്രൈസ്തവ വിശ്വാസം ആഴപ്പെട്ട് വളരുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളായി ഹൗസ് ചർച്ചസ് എന്ന പേരിലുള്ള ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മകൾ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണ വീടുകളിൽ അവർ രഹസ്യമായി ഒത്തുചേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവരിൽ കൂടുതലുമുള്ളത് മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ചവരാണ്. ക്രിസ്തുവിനെ നേടുവാനായി മറ്റുള്ളവയെല്ലാം നഷ്ടപ്പെടുത്താൻ തയ്യാറാകുന്നവർ. അറസ്റ്റുകളും ചോദ്യം ചെയ്യലുകളും വിദ്യാഭ്യാസപരമായ നിയന്ത്രണങ്ങളും തൊഴിൽ സംബന്ധമായ ബുദ്ധിമുട്ടുകളും അവർ നേരിടുന്നുണ്ട്. എന്നിട്ടും
അവർ അതിനെയൊന്നും ഗൗനിക്കുന്നില്ല. ഭരണകൂടത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇസ്രായേലിൽ പോലും ഞാൻ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് യേശു സാക്ഷ്യപ്പെടുത്തിയതുപോലെ ഇത്രയും ഒരു വിശ്വാസ ജീവിതം നമുക്കുണ്ടോ? കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മേരി മുഹമ്മദി വീട്ടുകാരുമായി അവസാനമായി ബന്ധപ്പെട്ടത്. ടെഹ്റാനിൽ നിന്ന് അഹ്വാസിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നു അത്. പിന്നീട് മേരി മുഹമ്മദിയെ സംബന്ധിച്ച യാതൊരു വിവരവും ലഭ്യമല്ല. ആംനസ്റ്റി ഇന്റർനാഷണൽ പറയുന്നതനുസരിച്ച് അഹ്വാസിൽ തടഞ്ഞു വെച്ചതിനു ശേഷം മേരിയെ രഹസ്യ താവളത്തിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. ഇറാൻ ഭരണകൂടം മേരി മുഹമ്മദിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇനിയും തയ്യാറായിട്ടില്ല. മേരി മുഹമ്മദിയെ പോലെയുള്ളവർക്ക് ഇറാനിൽ സംഭവിക്കുന്ന അപകടങ്ങളും അവർ നേരിടുന്ന ദുരന്തങ്ങളും ഇവിടെയുള്ള ക്രൈസ്തവരെ ഉത്കണ്ഠാകുലരാക്കിയിരിക്കുകയാണ്. വാസ്തവത്തിൽ മേരി മുഹമ്മദിക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുക? അവൾ ജീവനോടെ ഉണ്ടാകുമോ? അതോ അണയാത്ത ജ്വാലയായി മേരി മുഹമ്മദി കത്തിപ്പടരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. മേരി മുഹമ്മദിയുടെ സ്ഥാനത്ത് നമ്മളായിരുന്നുവെങ്കിലോ ഇത്രയധികം കഷ്ടപ്പാടുകളിലൂടെയും പീഡനങ്ങളിലൂടെയും വിശ്വാസത്തിന് വേണ്ടി കടന്നു പോകുവാൻ നാം തയ്യാറാകുമായിരുന്നു. ദക്ഷിണ അമേരിക്കയിലെ ഇക്വഡോർ രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്തുള്ള ആമസോൺ മഴക്കാടുകൾ. അവിടെ ഒരു ഗോത്രവർഗം ജീവിച്ചിരിക്കുന്നുണ്ട്. വയോറാനി എന്നാണ് അവർ അറിയപ്പെടുന്നത്. പുറം ലോകവുമായി യാതൊരു വിധത്തിലും ബന്ധം പുലർത്താത്ത ഒരു സമൂഹം. പുറം ലോകം അവരെ വിളിക്കുന്നത് ഔക്ക എന്നാണ്. കെച്ചുവ ഭാഷയിലുള്ള ആ വാക്കിന് ശത്രു അല്ലെങ്കിൽ കാട്ടാളൻ എന്നാണ് അർത്ഥം. പേരുപോലെ തന്നെ അവർ ശത്രുക്കളാണ്. പുറം ലോകത്ത് നിന്ന് അവിടെ എത്തുന്ന എല്ലാവർക്കും അവിടേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പലരും ആക്രമിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ വരെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടേക്ക് ആരും പോകാറില്ല. സ്വന്തം വിശ്വാസവും ആചാരങ്ങളുമായി പുറം ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുന്നവർ അവരാണ് വോറാനി. ഭയവും ദുരൂഹതയും നിറഞ്ഞ ലോകമാണ് അവരുടേത്. അർദ്ധസത്യങ്ങൾ അകമ്പടി സേവിക്കുന്ന നിരവധി കഥകൾ അവിടെ നിന്ന് പുറം ലോകത്ത് എത്തിച്ചേരാറുമുണ്ട്. അവിടെ എത്തിയ ആരും ജീവനോടെ തിരികെ വന്നിട്ടില്ലാത്ത അത്തരം കഥകൾ കേട്ടിട്ടും അവിടേക്ക് ധീരതയോടെ കടന്നു ചെല്ലാൻ ആ യുവാക്കളെ പ്രേരിപ്പിച്ചത് ഒന്ന് മാത്രമായിരുന്നു: സുവിശേഷ തീക്ഷ്ണത. വോറാനി ജനതയുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കാനും ക്രിസ്തീയ സന്ദേശം അവരെ അറിയിക്കാനും ആഗ്രഹിച്ച ആ ചെറുപ്പക്കാർ ക്രൈസ്തവ മിഷണറിമാരായിരുന്നു. അവരുടെ പേരുകൾ ഇപ്രകാരമായിരുന്നു: ജിം ഏലിയോട്ട്, നെയ്റ്റ് സെയിന്റ്, എഡ് മക്കല്ലി, പീറ്റർ ഫ്ലെമിംഗ്, റോഗർ യുഡീരിയ. ഇവരിൽ നെയ്റ്റ് സെയിന്റ് ഒരു പൈലറ്റ് കൂടിയായിരുന്നു. വോറാനി ജനതയുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ച അദ്ദേഹം നൂതനമായ ഒരു വിദ്യയാണ് അതിനായി അവലംബിച്ചത്. ചെറിയ വിമാനത്തിൽ കാടിനു മുകളിലൂടെ പറന്ന് അവർ സമ്മാനങ്ങൾ താഴേക്ക് അയക്കാൻ തുടങ്ങി. ചെറിയ പാത്രങ്ങൾ, ഉപ്പ്, വസ്ത്രങ്ങൾ, ചെറിയ ഉപകരണങ്ങൾ. ഗോത്രവർഗക്കാർ ഇതെല്ലാം കണ്ട് ആദ്യം ആശ്ചര്യപ്പെടുകയും തങ്ങൾക്ക് ദ്രോഹം ചെയ്യാത്തവയാണ് ഇവയെന്ന് മനസ്സിലാക്കി പിന്നീട് സന്തോഷിക്കുകയും ചെയ്തു. മിഷണറിമാരും ഗോത്രവർഗക്കാരും തമ്മിലുള്ള സൗഹൃദപരമായ ഉടമ്പടിക്ക് അങ്ങനെ തുടക്കം കുറിക്കപ്പെടുകയായിരുന്നു. മാസങ്ങളോളം നീണ്ടുനിന്ന ആ സൗഹൃദ കാലം കൊണ്ട് വൈമാനികർ ഉപദ്രവകാരികളല്ലെന്ന് ഗോത്രവർഗക്കാർ തിരിച്ചറിയുകയും തങ്ങൾക്ക് ലഭിച്ചവയ്ക്ക് പ്രത്യുപകാരമായി അവർ തിരികെ ഓരോ സമ്മാനങ്ങൾ വൈമാനികർക്ക് കൈമാറുകയും ചെയ്തു. മാസങ്ങൾ കടന്നുപോയി. ഗോത്രവർഗക്കാരും വൈമാനികരും തമ്മിലുള്ള സൗഹൃദം ഊഷ്മളമായി. പരസ്പരം ഭയക്കേണ്ടവരല്ല തങ്ങളെന്ന് ഇരു കൂട്ടർക്കും മനസ്സിലായി. ഇതിൽ ഏറെ സന്തോഷിച്ചത് മിഷണറിമാരായിരുന്നു. തടസ്സങ്ങൾ കൂടാതെ അവർക്കിടയിലേക്ക് തങ്ങൾക്ക് പ്രവേശിക്കാൻ വാതിൽ തുറന്നു കിട്ടിയതുകൊണ്ടായിരുന്നു അത്. ഒടുവിൽ
1956 ജനുവരി മാസത്തിൽ ആ യുവ മിഷണറിമാർ തദ്ദേശവാസികളെ സുവിശേഷവൽക്കരിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെ കുറേറായി നദിക്കരയിൽ ഒരു താൽക്കാലിക ക്യാമ്പ് സ്ഥാപിക്കുകയും അവിടെ താമസം ആരംഭിക്കുകയും ചെയ്തു. ക്യാമ്പിലെ ആദ്യ ദിനങ്ങൾ സമാധാനപരവും സന്തോഷഭരിതവുമായിരുന്നു. ഇത് മിഷണറിമാരിൽ പ്രതീക്ഷകൾ വളർത്തി. തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ ഗോത്ര വിഭാഗത്തോട് യേശുവിനെ കുറിച്ചും യേശു നേടിത്തന്ന രക്ഷയെക്കുറിച്ചും പറയാൻ കഴിയുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ആ തോന്നലിന് ദീർഘായുസ് ഉണ്ടായിരുന്നില്ല. വൗറോനിക്കാരിൽ ചിലർക്ക് മിഷണറിമാരെ കുറിച്ച് ചില സംശയങ്ങൾ ഉടലെടുത്തു. തങ്ങളെ വരുതിയിലാക്കി തങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനാണ് മിഷണറിമാർ വന്നിരിക്കുന്നതെന്ന് അവർ ബലമായി സംശയിച്ചു. ഒരു വിഭാഗം ആളുകൾ മിഷണറിമാർക്ക് അനുകൂലമായിരുന്നുവെങ്കിലും ഭൂരിഭാഗവും എതിർചേരിയിലായിരുന്നു. അതോടെ അംഗങ്ങൾക്കിടയിൽ പോലും സംഘർഷം ഉടലെടുത്തു. എത്രയും പെട്ടെന്ന് മിഷണറിമാരെ ഇവിടെ നിന്ന് തുരത്തേണ്ടത് അത്യാവശ്യമായി വൗറോനിക്കാർക്ക് മനസ്സിലായി. അന്ന് 1956 ജനുവരി 8-ാം തീയതിയായിരുന്നു. ഒരു ഞായറാഴ്ച കൂടിയായിരുന്നു അത്. എല്ലാം സാധാരണ പോലെയായിരുന്നു. പക്ഷെ ഉച്ചയോടെ കാര്യങ്ങൾ കലങ്ങി മറിഞ്ഞു. ഉച്ചയായപ്പോഴേക്കും ഒരു സംഘം ഗോത്രവർഗക്കാർ മിഷണറിമാരുടെ ക്യാമ്പിലെത്തി. അവരുടെ കയ്യിൽ പരമ്പരാഗത ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അവർ മുൻപിൽ നോക്കാതെ മിഷണറിമാർക്കെതിരെ ആക്രമണം തുടങ്ങി. മിഷണറിമാരുടെ കയ്യിലും ആയുധങ്ങൾ ഉണ്ടായിരുന്നു, തോക്കുവരെ. പക്ഷെ അവർ ഗോത്രവർഗക്കാർക്കെതിരെ ചെറിയ തിരിച്ചടി പോലും നൽകിയില്ല. നിസ്സാരമായി അവർക്ക് ഗോത്രവർഗക്കാരെ നേരിടാമായിരുന്നു. എന്നാൽ അവർ പ്രത്യാക്രമണത്തിൽ വിശ്വസിച്ചില്ല. അവരെ ആക്രമിക്കാനോ കൊല്ലാനോ അല്ല തങ്ങൾ വന്നിരിക്കുന്നതെന്നും അവരെ നേടാനാണ് വന്നിരിക്കുന്നതെന്നും ആ യുവ മിഷണറിമാർ വിശ്വസിച്ചിരുന്നു. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല എന്ന യേശയ്യാ പ്രവാചകന്റെ വാക്കുകളാണ് നാം ഇവിടെ ഓർത്തുപോകുന്നത്. ക്രിസ്തുമൊഴികളുടെ ചാരുത ആവോളം അനുഭവിച്ചവരായിരുന്നു ആ മിഷണറിമാർ എന്ന് സ്പഷ്ടം. ഒരു ദേവദാസൻ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകളെയും പീഡനങ്ങളെയും കുറിച്ചുള്ള പ്രവചനമായിരുന്നു യേശയ്യായുടേത്. ഈ പ്രവചനം തന്നെയാണ് യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സമയത്ത് പൂർത്തിയായതും. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറാകുന്നവരെല്ലാം ഇത്തരം അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. രക്തസാക്ഷിത്വത്തിന്റെ വഴിയാണ് ഇത്. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലുമാണ് നമ്മളിൽ പലരുടെയും മനോഭാവം. അടിക്കാൻ വരുന്നത് എത്ര കരുത്തനാണെങ്കിലും തന്നാലാവുന്ന വിധത്തിൽ അവരെ നേരിടാൻ ശ്രമിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി എതിരാളിയെ കൊല്ലാൻ പോലും മടിക്കാത്തവരുമുണ്ട്. എന്നിട്ടും പ്രതിരോധത്തിന് നിൽക്കാതെ ആ മിഷണറിമാർ തങ്ങളുടെ ജീവിതത്തെ ബലിയായി നൽകി. ഇടത് കരണം തടിക്കുന്നവന് വലത് കരണം കൂടി കാണിച്ചു കൊടുക്കുന്ന ക്രിസ്തു സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക, അത് അവരുടെ ആത്മബലിക്ക് കാരണമായി. ഒരു വെടിയുണ്ടയിൽ തീർക്കാമായിരുന്നിട്ടും അവർ തങ്ങൾക്കെതിരെ വന്ന ആക്രമണങ്ങളെ പ്രതിരോധിച്ചില്ല. എത്ര പേർക്ക് സാധിക്കും ഇത്? ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഗോത്രവർഗക്കാരുടെ കുന്തമുനയിൽ കുടുങ്ങി 5 സുവിശേഷ പ്രവർത്തകരുടെ ഇഹലോകവാസം അവസാനിച്ചു. 5 ക്രൈസ്തവ മിഷണറിമാർ, 5 രക്തസാക്ഷികൾ. ദിവസങ്ങൾക്ക് ശേഷമാണ് രക്ഷാപ്രവർത്തകർക്ക് മിഷണറിമാരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത്. ലൈഫ് മാഗസിൻ പോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾ ചിത്രങ്ങൾ സഹിതമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അന്താരാഷ്ട്ര ശ്രദ്ധ മുഴുവൻ കൈവരിക്കാൻ ഈ സംഭവത്തിന് സാധിച്ചു. ലോകത്തെ മുഴുവൻ ഈ കൂട്ടക്കൊലപാതകം ഞെട്ടിച്ചു കളഞ്ഞു. മിഷണറിമാരുടെ രക്തസാക്ഷിത്വത്തോടെ കഥ അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ അതൊരു തുടക്കമായിരുന്നു. മിഷണറിമാരുടെ രക്തം വീണ് നനഞ്ഞ ആ മണ്ണിലേക്ക് അവരുടെ പ്രിയപ്പെട്ട സ്ത്രീകളെത്തി. അവരിൽ ഭാര്യമാരും സഹോദരിമാരും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജിം എലിയോട്ടിന്റെ ഭാര്യ എലിസബത്ത് എലിയോട്ട്, നെയ്റ്റ് സെയിന്റിന്റെ സഹോദരിയായ റേച്ചൽ സ്റ്റെയിൻ എന്നിവർ അവരിൽ പ്രധാനികളായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ദൗത്യം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആ സ്ത്രീജനങ്ങൾ എത്തിയത്. ഹോ, എന്തൊരു ആത്മസമർപ്പണം, എന്തൊരു പ്രതിബദ്ധത! സുവിശേഷത്തോടും സുവിശേഷവൽക്കരണത്തോടും. പ്രിയപ്പെട്ടവരുടെ ജീവൻ നഷ്ടമായ മണ്ണിലേക്ക് തങ്ങളുടെ ജീവൻ കൂടി ബലി കൊടുക്കുവാൻ സന്നദ്ധരായിട്ടുള്ള കടന്നുവരവ്. ക്രിസ്തുവിന്റെ പീഡാസഹന വേളയിലും കാൽവരി കുരിശും ചുവട്ടിലും ഉണ്ടായിരുന്ന സ്ത്രീകളുടെ ഛായയാണ് നമുക്ക് ഇവരിൽ കാണാൻ സാധിക്കുക. കാരണം അത്രമാത്രം ധീരതയും ത്യാഗസന്നദ്ധതയുമാണ് അവർ പ്രകടിപ്പിച്ചത്.
സുവിശേഷത്തിന് വേണ്ടി ഇല്ലാതായ ഒരാൾ നമ്മുടെ കുടുംബത്തിലോ ബന്ധങ്ങളിലോ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ ദൈവത്തോട് വരെയുള്ള ബന്ധം വിച്ഛേദിക്കുന്നവരാണ് കൂടുതൽ ആളുകളും. അപ്പോഴാണ് തങ്ങളുടെ ജീവൻ വരെ നഷ്ടപ്പെടാം എന്ന പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നിട്ടും അതിനെയെല്ലാം തൃണവൽഗണിച്ച് ആ സ്ത്രീകൾ എത്തിയത്. ഭർത്താവിന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭാര്യമാരുള്ളപ്പോൾ ഭർത്താവിനെ പോലെ തന്നെ പ്രവർത്തിക്കാൻ സജ്ജരായി അരയും തലയും മുറുക്കി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ പുതിയ പടയാളികൾ. അതായിരുന്നു ആ ഭാര്യ, അതായിരുന്നു ആ സഹോദരി. പിന്നീട് അവിടെ നടന്നത് മറ്റൊരു ചരിത്രമായിരുന്നു. വവറോനിക്കാരുമായി ആ സ്ത്രീകൾ അടുത്ത ബന്ധം സ്ഥാപിച്ചു. അവർ അതിനുവേണ്ടി തദ്ദേശീയരുടെ ഭാഷ പഠിച്ചു, ജീവിത രീതികൾ മനസ്സിലാക്കി. അവർക്കിടയിൽ അവരെ പോലെ ഒരാളായി. തദ്ദേശീയർക്ക് അപ്പോൾ ആ സ്ത്രീകൾ അപരിചിതരായി തോന്നിയില്ല. തങ്ങളെ പോലെയുള്ളവർ. അത്തരമൊരു ഫീലാണ് അവർക്കുണ്ടായിരുന്നത്. ആ താതാത്മ്യം സുവിശേഷ പ്രഘോഷണം എളുപ്പമുള്ളതാക്കി. വവറോനി യോദ്ധാക്കളുടെ ഹൃദയം ആ സ്ത്രീകൾ ക്രമേണ കീഴടക്കി. അപ്പോൾ തങ്ങൾ മിഷണറിമാരെ കൊന്നതിനെ കുറിച്ച് പലരും പശ്ചാത്തപിച്ചു. സ്ത്രീകളോട് മാപ്പ് ചോദിച്ചു. എല്ലാ കുറ്റങ്ങളും എല്ലാ പാപങ്ങളും ക്ഷമിക്കാൻ കഴിയുന്ന ക്രിസ്തുവിന്റെ ഹൃദയം സ്വന്തമാക്കിയ ആ സ്ത്രീകൾ അവരോട് ക്ഷമിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യും? അതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ അവർക്കാകുകയുമില്ലല്ലോ. ക്ഷമിക്കാനുള്ള നമ്മുടെ മനസ്സിന്റെ സന്നദ്ധതയും മനോഭാവത്തെയും സൂക്ഷ്മമായ അപഗ്രഥനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. ഇത്രയും ഉദാരതയോടെ ക്ഷമിക്കാൻ നമുക്ക് കഴിയുമോ? ക്രൈസ്തവരായി ജീവിക്കുമ്പോഴും ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നാം പേരിൽ മാത്രമേ ക്രൈസ്തവരായിട്ടുള്ളൂ എന്നാണ് വ്യക്തമാക്കുന്നത്. യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാകുന്നത് ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുമ്പോഴും ക്രിസ്തു സഹിച്ചതുപോലെ സഹിക്കുമ്പോഴും മാത്രമാണ്. ഈ സ്ത്രീകളുടെ സ്നേഹപൂർവമായ ഇടപെടലും പെരുമാറ്റവും തദ്ദേശീയരുടെ മാനസാന്തരത്തിന് വഴിയൊരുക്കി. അവരിൽ പലരും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. തങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടുവെങ്കിലും ക്രിസ്തുവിന് വേണ്ടി തദ്ദേശീയവാസികളെ സ്വന്തമാക്കാൻ സാധിച്ചതിലായിരുന്നു ആ സ്ത്രീകളുടെ സന്തോഷവും സംതൃപ്തിയും. തങ്ങൾ എന്തിനു വേണ്ടി വന്നുവോ ആ ലക്ഷ്യം സാധിച്ചെടുക്കാൻ സാധിച്ചതിൽ അവർ അഭിമാനിച്ചു. ജിം എലിയോട്ടിന്റെ മരണത്തിന് കാരണക്കാരനായിരുന്ന വ്യക്തി പിന്നീട് ജിമ്മിന്റെ മകൾ സ്റ്റീവ് സെയിന്റുമായി സൗഹൃദത്തിലായതും വവറോനിക്കാരനായ മിങ്കായി എന്ന യോദ്ധാവ് മിഷണറി പ്രവർത്തനങ്ങൾ മൂലം മാനസാന്തരപ്പെടുകയും തന്റെ ക്രിസ്തീയ സാക്ഷ്യം ലോകം മുഴുവൻ അറിയിക്കുകയും ചെയ്തത് മറ്റൊരു അനുബന്ധ കഥ. നഷ്ടങ്ങളിലൂടെ ഒരു ജനതയെ വിശ്വാസത്തിലേക്ക് വീണ്ടെടുത്ത കഥയാണ് ഓപ്പറേഷൻ ഔക്ക. രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടയിലും സുവിശേഷവൽക്കരണത്തിന് വിത്തുകൾ വിതയ്ക്കപ്പെട്ട കഥ. ഓപ്പറേഷൻ ഔക്കയും മേരി ഫാത്തിമയും നമ്മോട് പറയുന്നത് മറ്റൊന്നുമല്ല. ഇവാഞ്ചലൈസേഷൻ ഇസ് നോട്ട് an easy process. വില കൊടുത്തത് മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ കൊടുക്കാനാവൂ. വിലയില്ലാത്തവനല്ല ക്രിസ്തു എന്നതുകൊണ്ട് തന്നെ അവിടുന്ന് നമ്മോട് വില ആവശ്യപ്പെടുന്നുണ്ട്. ആ വില കൊടുക്കാൻ നാം തയ്യാറാകണം. നമ്മുടെ സ്വാർത്ഥതയും ലൗകിക താല്പര്യങ്ങളും വില കൊടുക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കരുത്. നഷ്ടപ്പെടുത്താതെ എന്തെങ്കിലും നേടാൻ മാത്രം എളുപ്പമല്ല പല കാര്യങ്ങളും. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുമ്പോൾ മാത്രമേ ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സുവിശേഷം ഫലം ചൂടാൻ നിലത്ത് വീണഴുകാൻ തയ്യാറുള്ള ഗോതമ്പ് മണികളെ കർത്താവിന് ആവശ്യമുണ്ട്. ഓരോ ഗോതമ്പ് മണിയിലും അത് ആഹരിക്കേണ്ട ആളുടെ പേര് എഴുതി വെച്ചിരിക്കുന്നത് പോലെ സുവിശേഷത്തിന് വേണ്ടി അഴുകാനുള്ള ഗോതമ്പ് മണികളുടെ കൂട്ടത്തിൽ എന്റെയും നിന്റെയും പേരുണ്ട്. പക്ഷേ അഴുകാനുള്ള സന്നദ്ധത നമുക്കുണ്ടോ എന്നത് നമ്മുടെ തീരുമാനമാണ്. അത്തരമൊരു ധൈര്യം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവനഷ്ടമല്ല, ആത്മനഷ്ടമാണ് വലിയ നഷ്ടമെന്നും ലൗകിക നേട്ടമല്ല, ആത്മാക്കളെ നേടലാണ് വലിയ നേട്ടമെന്നും നമുക്ക് മറക്കാതെയും ഇരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാൽവരിയിലെ കുരിശിൽ ജീവാർപ്പണം ചെയ്ത യേശുനാഥ, പുതുതായി അങ്ങേ സ്നേഹത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ലോകം മുഴുവനുമുള്ള എല്ലാ ക്രൈസ്തവരെയും ഞങ്ങൾ പ്രത്യേകമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവർ നേരിടുന്ന തിരസ്കരണങ്ങളും അവഹേളനങ്ങളും പീഡനങ്ങളും അങ്ങ് കാണണമേ. അവയെല്ലാം അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതിയാണല്ലോ. വേണമെങ്കിൽ എളുപ്പം ഉപേക്ഷിച്ചു പോകാവുന്ന ഒന്നാണ് അവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വിശ്വാസമെങ്കിലും അതൊന്നും വേണ്ടെന്ന് വെച്ച് അങ്ങേ സ്നേഹത്തിൽ തുടരുന്ന അവരുടെ ജീവിതങ്ങൾ തീർച്ചയായും ഞങ്ങൾക്ക് പ്രതീക്ഷയും സന്തോഷവും നൽകുന്നു. പക്ഷെ അവരെ പോലെയാകാൻ ഞങ്ങൾക്ക് പലപ്പോഴും സാധിക്കുന്നില്ല.
നൈമിഷിക പ്രലോഭനങ്ങളുടെയും സുഖങ്ങളുടെയും തിരത്തള്ളലിൽ ഞങ്ങൾ പലപ്പോഴും അങ്ങയെ തള്ളിപ്പറയുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ. സുവിശേഷത്തിന് വേണ്ടി തിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മേരി ഫാത്തിമയും സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും ഞങ്ങൾ പ്രത്യേകം ഓർമ്മിക്കുന്നു. അവർക്ക് അങ്ങ് കൂട്ടായിരിക്കണമേ. അവരുടെ വിശ്വാസ തീക്ഷ്ണതയും അങ്ങയോടുള്ള സ്നേഹവും ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ. അങ്ങയെ സ്വന്തമാക്കുവാനായി മറ്റുള്ളതെല്ലാം നഷ്ടപ്പെടുത്തുവാനുള്ള ധൈര്യവും ആത്മസമർപ്പണവും അവർക്കെന്നതുപോലെ ഞങ്ങൾക്കും നൽകണമേ. ആമേൻ.